Good morning to all. Today we discussed about shareholders and members and other related terms in shareholders and members. The next is materialization and rematerialization of shares. Then first we move on the shareholders. Who is a shareholders? Shareholder is a person who buy and hold shares in a company having a share capital. That means shareholder is a person who buying and hold shares in the company. അപ്പോൾ എന്താണ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആണ് ഒരു കമ്പനിയുടെ ഷെയർസ് ആരാണോ ബൈ ചെയ്യുന്നത് അതേപോലെ തന്നെ ആരാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത് ആ പേഴ്സണെ പറയുന്നതാണ് ഷെയർ ഹോൾഡർ. Next we move on the member. Member is one of the company's owner whose name has been entered in the register of members. Member is a person who's a owner of the company whose name is entered in the register. അതാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആണ് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അവർ. അറ്റ് എ ടൈം തന്നെ അവരുടെ നെയിം നമ്മുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൻ്റെ അകത്ത് ഓണേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോർമലി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഷെയർസ് ബൈ ചെയ്യുന്ന പേഴ്സൺസിനെ പറയുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ്. ഇൻ കേസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഷെയർസ് ബൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അറ്റ് എ ടൈം തന്നെ അവരുടെ നെയിം നമ്മുടെ രജിസ്റ്ററിൽ ദാറ്റ് മീൻസ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ പേഴ്സൺസിനെ പറയുന്നതാണ് മെമ്പേഴ്സ്. എ മെമ്പർ ഓഫ് ദ കമ്പനി ഈസ് എ ഓണർ ഹൂ നെയിം ഈസ് എൻറ്റേർഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ രജിസ്റ്റർ എൻറ്റർ ചെയ്യുന്ന ഇതിൽ ആരൊക്കെ നെയിംസ് ആണോ ഉള്ളത് അവരാണ് മെമ്പേഴ്സ്. സപ്പോസ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. ആ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ആ കമ്പനിയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലുള്ളവരായിരിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ ഔട്ട്സൈഡേഴ്സ് ആയിരിക്കാം, ഫോറിനേഴ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സ്ഥലത്ത് ഉള്ള ലൊക്കാലിറ്റിയിലുള്ള പേഴ്സൺസ് ആയിരിക്കും. പക്ഷേ അപ്പോൾ കമ്പനിയുടെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കുറച്ച് പേഴ്സൺസിനെ നമ്മൾ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തിരിക്കുന്ന പേഴ്സൺസിൻ്റെ നെയിം നമ്മൾ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്യും. അങ്ങനെ എൻറ്റർ ചെയ്തിരിക്കുന്നത് ആരൊക്കെ നെയിംസ് ആണോ അവരാണ് മെമ്പർ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡർ ഈസ് എ പേഴ്സൺ who buy and hold shares in the company having a share capital. The member is one of the company's owner whose name has been entered on the register of the members. Next we move on the modes of acquisition of membership in a company. Mainly modes of membership can be classified into 4 types: by subscribing to memorandum, by allotment, by transfer and by transmission. These are the main modes of acquisition of membership in the company. The first we move on the subscribing to memorandum. That means the subscribers to memorandum of association are agreed to become a member of the company through the process of subscribing procedure. സബ്സ്ക്രൈബിംഗ് മെമ്മോറണ്ടത്തിൽ പറയുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ദാറ്റ് മീൻസ് നമ്മുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആരാണോ ഷെയർസ് ബൈ ചെയ്യുന്നത് ആരുടെ നെയിംസ് ആണോ അതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യുന്നത് ആ വഴി നമുക്ക് മെമ്പർഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ബൈ അലോട്ട്മെൻറ്റ്. When shares are allotted to a person, his name is entered in the register of members and thereby he become a member of the company. അലോട്ട്മെൻറ്റിൽ പറയുന്നത് എന്താണ്? ഷെയർസ് ആർ അലോട്ടഡ് ടു എ പേഴ്സൺ. അതായത് ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്യുകയാണ് പേഴ്സൺസിന്. ഷെയർസ് അലോട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ നെയിംസ് രജിസ്റ്റർ ഓഫ് മെമ്പറിൻ്റെ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് കാറ്റഗറി വരാണ് ബൈ ട്രാൻസ്ഫർ. ബൈ ട്രാൻസ്ഫർ മീൻസ് in the case of public company as the shares are transferable, and when the shares are transferable the company register the transfer. The transferee become the member of the company. That means in case of public company ആണെന്നുണ്ടെങ്കിൽ ഷെയർസ് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ. നമുക്ക് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ
ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ, ഈ ട്രാൻസ്ഫർ ബിക്കം ദ മെമ്പർ ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനിയിലുള്ള ഒരാൾക്ക് മാത്രമേ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പബ്ലിക് കമ്പനിയുടെ മെമ്പേഴ്സായിട്ടിരിക്കുന്നത് ആരാണോ ആ പേഴ്സണ് വേണമെന്നുണ്ടെങ്കിൽ ആളുടെ ഷെയർസ് വേറൊരു പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് മെമ്പർഷിപ്പ് അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ ഈസ് ബൈ ട്രാൻസ്മിഷൻ. ബൈ ട്രാൻസ്മിഷൻ മീൻസ് ട്രാൻസ്മിഷൻ ഈസ് ദ പാസിംഗ് ഓഫ് ടൈറ്റിൽ ഓർ പ്രോപ്പർട്ടി ഇൻ ഷെയർസ് ഫ്രം one person to another person in case of death, insolvency, lunacy of the shareholder. ദാറ്റ് മീൻസ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പേഴ്സൺ അയാളുടെ ടൈറ്റിലും പ്രോപ്പർട്ടിയും ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. ഏത് സിറ്റുവേഷനിലാണ്? ഇൻ കേസ് ഓഫ് ആ മെമ്പർ ഡെത്ത് ആവണമെങ്കിലോ അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആവണമെങ്കിലോ അല്ലെങ്കിൽ ലുനാൻസി ആവുന്ന ഈ സിറ്റുവേഷൻസിലൊക്കെ ഒരു പേഴ്സണ്, അതായത് മെമ്പർക്ക് അയാളുടെ ഷെയർസ് വേറൊരു പേഴ്സൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് 4 മോഡ്സ് ഓഫ് അക്വിസിഷനാണ് വരുന്നത് മെമ്പർഷിപ്പ് ഓഫ് ദ കമ്പനിയിൽ. നെക്സ്റ്റ് നമ്മൾക്ക് പറയുന്നതാണ് ഹൂ ക്യാൻ ബിക്കം മെമ്പർ. ആർക്കൊക്കെ ഒരു കമ്പനിയുടെ മെമ്പർ ആവാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഹൂ ക്യാൻ ബിക്കം മെമ്പേഴ്സ് ഇൻ ദ കമ്പനി. അതിനകത്ത് എന്താണ്? മൈനർ, കമ്പനി, ഫോറിനേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഫേം, ട്രേഡ് യൂണിയൻ, എക്സെട്ര. ഫസ്റ്റ് വി മൂവ് ഓൺ ദ മൈനർ. Minor is a person of unsound mind is a competent to contract. Minor എന്ന് പറഞ്ഞാൽ ആരാണ്? Minor is a person who have noted in majority. അതായത് മെജോറിറ്റി ആവാത്ത പേഴ്സൺ, ദാറ്റ് മീൻസ് 80 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത പേഴ്സൺസിനെയാണ് നമ്മൾ മൈനറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം മൈനേഴ്സിനെ നമുക്ക് മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൈനേഴ്സിന് മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് ഷെയർസ് ബൈ ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർസിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ആൾ 80 മെജോറിറ്റി പൂർത്തിയാവാത്ത സിറ്റുവേഷൻസിന് അവർക്ക് ഷെയർസ് അപ്ലൈ ചെയ്യാനോ അത് ബൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അവർക്കത് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇൻ കേസ് ഓഫ് അപ്പോൾ മൈനറിൽ പറയുന്നത് ഈസ് അറ്റൈനിങ് മെജോറിറ്റി, അതായത് ആ മൈനർ അറ്റൈനിങ് മെജോറിറ്റി ആവുമ്പോൾ ദാറ്റ് മീൻസ് 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആവുമ്പോൾ ആൾക്ക് റൈറ്റ് ഉണ്ട്. ഹി ഹാസ് ഓപ്ഷൻ ടു റെഫ്യൂസ് ഹിസ് ഷെയർസ് വിത്തിൻ എ റീസണബിൾ ടൈം. അപ്പോൾ ഹീസ് കംപ്ലീറ്റിംഗ് മെജോറിറ്റി, ആളുടെ മെജോറിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആൾക്ക് റൈറ്റ് ഉണ്ട്, മൈനർക്ക് റൈറ്റ് ഉണ്ട്. ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളുടെ ഷെയർസ് റെഫ്യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് കിട്ടുന്നത് എപ്പോഴാണ്? ഹീ കംപ്ലീറ്റ് ഹിസ് മെജോറിറ്റി. നെക്സ്റ്റ് ഈസ് കമ്പനി. Company being a artful person created by law may become the members of another company if it is a authorized by its memorandum of association. That means company is treated as a artificial association. കമ്പനീനെ നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് വി ട്രീറ്റ് എ കമ്പനി. കമ്പനീനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് തന്നെയാണ് പറയുന്നത്, കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെമ്പർ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ആൾ വേറൊരു കമ്പനിയുടെയും കൂടി വേറൊരു ഓർഗനൈസേഷനിലേക്ക് വേറൊരു കമ്പനിയുടെയും കൂടി മെമ്പറായിരിക്കും. പക്ഷേ എന്നാലും അത് പ്രോബ്ലം ഇല്ല, ഇയാൾക്ക് മെമ്പർ ആവാനായിട്ട് പറ്റും. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ കമ്പനി നമ്മളൊരു സെപ്പറേറ്റ് പേഴ്സണെ ആയിട്ടാണ്, ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആൾക്ക് കമ്പനിയുടെ ഷെയർസ് ബൈ ചെയ്യാനായിട്ട് പറ്റും കമ്പനിക്ക്. പക്ഷേ ഇൻ കേസ് ഓഫ് കമ്പനി അങ്ങനെ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. Next is foreigners. Foreigners means the foreigners are in the position to become a member of the company registered in India. ദാറ്റ് മീൻസ് എന്താ പറയുക, ഫോറിനേഴ്സിന് നമ്മുടെ കമ്പനിയുടെ മെമ്പർ ആവാനായിട്ട് അപ്ലൈ ചെയ്യാം, അതിന് ഒരു പ്രോബ്ലം ഇല്ല. അതായത് പക്ഷേ ആ ടൈമിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ ഹീസ് മസ്റ്റ് ബി ഇൻ ഇന്ത്യ, ആൾ ഇന്ത്യയിലായിരിക്കണം. അതേപോലെ തന്നെ ഫോറിനേഴ്സിനെ നമ്മുടെ മെമ്പറായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. പക്ഷേ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ എനിമി കൺട്രിയിലുള്ള പേഴ്സൺസ് ആയിരിക്കരുത്. അതേപോലെ തന്നെ ഇൻ കേസ് ഓഫ് നമ്മുടെ എനിമി കൺട്രിയിലുള്ള പേഴ്സൺ ആണ് അതെന്നുണ്ടെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് കാറ്റഗറി വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ പറയുന്നത് ദ പാർട്ട്ണർഷിപ്പ് ഫേം cannot purchase shares in its own name as it has no legal entity, but it can be purchased shares in the name of individual partners as the part of asset of the firm. That means എന്താ പറയുന്നത്, പാർട്ട്ണർഷിപ്പിൽ പറയുന്നത്
പാർട്ട്ണർഷിപ്പ് ഓഫ് ദ ഫേമിൽ പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ, അതായത് ആ കമ്പനി പാർട്ട്ണർഷിപ്പ് ഓഫ് ദ ഫേം നമ്മളൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ കമ്പനിയുടെ പേരിൽ, പാർട്ട്ണർഷിപ്പ് കമ്പനീൻ്റെ പേരിൽ നമുക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ആ കമ്പനിയുടെ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിൻ്റെ നെയിമിൽ നമുക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ, ദാറ്റ് മീൻസ് പാർട്ട്ണർഷിപ്പിന് നമ്മളൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ നമുക്ക് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം? ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിൻ്റെ നെയിമിൽ നമുക്ക് അസെറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയനിൽ നമുക്ക് പറയാം, the trade unions which are registered can hold shares in the company in its own name. That means നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസസിൽ പറഞ്ഞു അവർക്ക് അവരുടെ നെയിമിൽ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രേഡ് യൂണിയൻ ആണെങ്കിൽ ആ കമ്പനീൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരിൽ തന്നെ കമ്പനീസിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യും, അവിടുത്തെ മെമ്പേഴ്സ് ആവാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഹൂ ക്യാൻ ബിക്കം മെമ്പേഴ്സ് എന്ന കമ്പനീസിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടേമാണ് ടെർമിനേഷൻ ഓഫ് മെമ്പേഴ്സ്. ടെർമിനേഷൻ മീൻസ് എന്താണ്? ക്യാൻസലേഷൻ എന്നൊക്കെ പറയുന്ന മീനിങ് ആണ് ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പിൽ പറയുന്നത്. ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പിൽ നമുക്ക് വളണ്ടറിയുമായിട്ട് ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പൽസറി ടെർമിനേഷനും വരുന്നുണ്ട്. അപ്പോൾ വളണ്ടറി ടെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ പേഴ്സൺ സീസ് ടു ബി എ മെമ്പർ ഓഫ് ദ കമ്പനി, ട്രാൻസ്ഫർ, ഫോർഫീച്ചർ, സറണ്ടർ by death or winding up of the company and otherwise in accordance with the provisions of the company's articles of association. ടെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ മെമ്പറിനെ ആ കമ്പനിയിൽ നിന്ന് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ടെർമിനേഷൻ. അപ്പോൾ ടെർമിനേഷനിൽ 2 കാറ്റഗറി വരുന്നുണ്ട്. വളണ്ടറി അല്ലെങ്കിൽ ബൈ ആക്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് ടെർമിനേഷൻ, അതായത് വളണ്ടറി ടെർമിനേഷനും വരുന്നുണ്ട്, കമ്പൽസറി ടെർമിനേഷനും വരുന്നുണ്ട്. വളണ്ടറി ടെർമിനേഷനിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. വളണ്ടറി ടെർമിനേഷനിൽ എങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബൈ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ബൈ സറണ്ടർ ഓഫ് ഷെയർസ്, അങ്ങനെ കുറച്ച് കേസസിലാണ് നമ്മൾ വളണ്ടറി ടെർമിനേഷൻ വരുന്നത്. അതായത് ഇതൊക്കെ കമ്പനിയുടെ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രിസ്ക്രൈബ് ചെയ്ത രീതിയിലല്ല അത് കൊണ്ടുപോകുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിനേഷൻ നടത്താനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വളണ്ടറി ടെർമിനേഷൻ പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഷെയർസ് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഷെയർസ് സറണ്ടർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോർഫീച്ചർ ഷെയർസിൻ്റെ കേസസിലൊക്കെയാണ് നമ്മുടെ വളണ്ടറി ടെർമിനേഷൻ വരുന്നത്. പക്ഷേ കമ്പൽസറി ടെർമിനേഷൻ വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ സീസിങ് ടു ബി എ മെമ്പർ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ഇൻ ഫോളോയിങ് കേസസ്. ദാറ്റ് മീൻസ് എന്തൊക്കെയാണ്? ആ പേഴ്സൺസിൻ്റെ ഡെത്ത്, അതായത് മെമ്പറിൻ്റെ ഡെത്തിൻ്റെ ടൈമിൽ, മെമ്പർ ഇൻസോൾവൻ്റ് ആവുന്ന പേഴ്സൺസിൽ, അതേപോലെ തന്നെ വൈൻഡിങ് അപ്പ്, കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ, അതേപോലെ തന്നെ ലുനാൻസിയോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ, അപ്പോൾ ഈ കേസസിലൊക്കെയാണ് കമ്പനി കമ്പൽസറി വൈൻഡിങ് അപ്പ് പറയുന്നത്. അപ്പോൾ കമ്പൽസറി വൈൻഡിങ് അപ്പ് എവിടെയൊക്കെയാണ് നടക്കുന്നത്? ബൈ ടെർമിനേഷൻ ഓഫ് ഷെയർസ്, ബൈ ഇൻസോൾവൻസി ഓഫ് പേഴ്സൺ, ബൈ ഓർഡർ ഓഫ് ദ കോർട്ട് ഓഫ് അക്വയറിംഗ് ഷെയർസ്, ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ഓൺ ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ. അപ്പോൾ ഇത്രയും കേസസിലാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ കമ്പൽസറി ടെർമിനേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടേംസ് ആണ് ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. Dematerialization is introduced in India through the enactment of Depositories Act 1996. 1996 enactment of Depository Act പ്രകാരമാണ് ഡീമെറ്റീരിയലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി, ഇറ്റ് ഈസ് നോട്ട് എ മാൻഡേറ്ററി. ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ല. ദാറ്റ് മീൻസ് ഇത് നമുക്ക് കമ്പൽസറി ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഡീമെറ്റീരിയലൈസേഷൻ സിമ്പിളി പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഫോംസിൽ നിന്ന് നമ്മൾ ഇലക്ട്രോണിക് ഫോംസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വൺ മേ ബി കീപ് ഇറ്റ്സ് ഹോൾഡിംഗ് പാർട്ടി ഇൻ എ ഫിസിക്കൽ ഫോം ആൻഡ് പാർട്ടി ഇൻ എ ഡിമാറ്റ് ഫോം. ഫിസിക്കൽ ഫോമിൽ നിന്ന് ഇലക്ട്രോണിക് ഫോമിലേക്ക് അല്ലെങ്കിൽ ഡിമാറ്റ് ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ അല്ലെങ്കിൽ ഡിമാറ്റ്. അപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ പറയുന്ന വേറൊരു പേരാണ് കേട്ടോ, ഡിമാറ്റ്. അപ്പോൾ ഇതൊക്കെ എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്സിന് വരാം. അതേപോലെ തന്നെ ഒരു ഷോർട്ടേജ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യനാണ് ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്.
അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാം വാട്ട് ഈസ് ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൺവേർഷൻ ഓഫ് ഫിസിക്കൽ സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. ഫിസിക്കൽ സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഡിമാറ്റ് എന്ന്. The demat account no distinctive number to securities required as depositing and withdrawing money from bank without bothering about distinctive number of currency. That means demat അക്കൗണ്ടിൽ നോർമൽ നമ്മുടെ ഫിസിക്കൽ ഫോം ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഷെയർസ്, എത്ര നമ്പർ ഓഫ് ഷെയർസ്, ഡേറ്റ് ഓഫ് ഷെയർസ്, എത്ര റുപ്പീസിനാണ് അത് ബൈ ചെയ്തിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ ഡിമാറ്റ് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതായത് എത്രത്തോളം ക്വാണ്ടിറ്റി അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പ്രൈസിനാണ്, ഈ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നെക്സ്റ്റ് നമുക്ക് മീനിങ് ആയിട്ട് നോക്കാം. ഡിമാറ്റീരിയലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ ഹോൾഡിംഗ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം വിത്ത് ദ ഡെപ്പോസിറ്ററി വേർ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ആർ കറസ്പോണ്ടിങ് entry of the number of shares is done by the account opened with the depository. ഇത്രേ പറയുന്നുള്ളൂ. ഡിമാറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫോമിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇറ്റ് ഡസ് നോട്ട് ബിയർ എനി നോട്ടബിൾ ഫീച്ചേഴ്സ്. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസി നമ്പർ, ഫോളിയോ നമ്പർ, സർട്ടിഫിക്കറ്റ് നമ്പർ, ഇതൊന്നും ഇതിൻ്റെ അകത്ത് ബിയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. Next we move on the advantages of demat system or dematerialization. The first one is it enables the share trading and share transfer without involving much paperwork. That means നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ഫോം ആണ്, സോ അതുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ വർക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആർ പോസിബിൾ ഇൻ ഡിമാറ്റിക്. ദാറ്റ് മീൻസ് എന്താണ്, ഇലക്ട്രോണിക് ഫോംസ് ആണ്, സോ നമ്മൾക്ക് ആ ഒരു മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് പോസ്റ്റൽ ഡിലേസ് ആൻഡ് ലോസസ് ഓഫ് ഷെയർസ് ഇൻ ട്രാൻസ്മിറ്റ് ഈസ് പ്രിവെൻറ്റിംഗ് ഇൻ ഡിമാറ്റ്. ദാറ്റ് മീൻസ് എന്താണ്, ഡിമാറ്റിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ഫോംസിൽ കൂടിയാണ്, സോ അപ്പം നമ്മൾ അത് സെൻഡ് ചെയ്യുന്നതും ഇലക്ട്രോണിക് ഫോംസിൽ കൂടിയാണ്. സോ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതോ കാര്യങ്ങളായിട്ടുള്ള ഡിലേസ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഈസ് ദ ഇൻവെസ്റ്റർ ഈസ് ഓൾസോ റിലീവ്ഡ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് ബാഡ് ഡെലിവറി, ഫേക്ക് സർട്ടിഫിക്കറ്റ്, ഷെയർസ് ആൻഡ് ഇൻഡിക്കേഷൻ, സിഗ്നേച്ചർ ഡിഫറൻസ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ലൈക്ക്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നോർമലി ആയിരുന്നുണ്ടെങ്കിൽ പോസ്റ്റൽ വഴിയാണ് അയക്കുക. പോസ്റ്റൽ വഴിയാകുമ്പോൾ എന്താണ്, നമുക്ക് ചിലപ്പോൾ ബാഡ് ഡെലിവറി കിട്ടാനായിട്ടും ഫേക്ക് സർട്ടിഫിക്കറ്റായിട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഇല്ലാത്ത സിറ്റുവേഷൻസൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇൻ കേസ് ഓഫ് ഡിമാറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ബേസിൽ കൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇല്ല. നെക്സ്റ്റ് നമുക്ക് പറയാം ഡിമാറ്റ് ക്രിയേറ്റ് ഫാസ്റ്റർ സെറ്റ്മെൻറ്റ് ഓഫ് സൈക്കിൾസ് ആൻഡ് പേ ഔട്ട്സ്. ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വൺ കമ്പനി ടു അതർ പേഴ്സൺ. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ് മേ ബി ബിക്കം എ അൺകൺട്രോൾഡ് ഇൻ കേസ് ഓഫ് ഡിമാറ്റലൈസ്ഡ് സെക്യൂരിറ്റീസ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് ഓഫ് സെക്യൂരിറ്റി, നമ്മൾ ട്രേഡിംഗ് നടത്തുന്ന സെക്യൂരിറ്റീസ് അൺകൺട്രോളബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇലക്ട്രോണിക് ഫോംസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രേഡിംഗ് ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് പറയാം ദ റോൾ ഓഫ് കീ മാർക്കറ്റ് പ്ലേയേഴ്സ് ഇൻ കേസ് ഓഫ് ഡിമാറ്റലൈസ്ഡ് സെക്യൂരിറ്റി സച്ച് ആസ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് need to supervise as they have to capability of manipulating the market. ഇലക്ട്രോണിക് ഫോംസ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനൊക്കെ നമ്മുടെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് മാർക്കറ്റ് പ്ലെയേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിമാറ്റലൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡെപ്പോസിറ്ററി സിസ്റ്റം. ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡെപ്പോസിറ്ററി സിസ്റ്റം ഈസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഹോൾഡ് ദ ബെനിഫിഷ്യൽ ഓണർ സെക്യൂരിറ്റീസ് ഇൻ എ ഇലക്ട്രോണിക് ഫോം ത്രൂ ദ രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ദാറ്റ് മീൻസ് എന്താണ്, ഡെപ്പോസിറ്ററി ഈസ് ആൻ ഓർഗനൈസേഷൻ. ഇതൊരു ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ അകത്ത് ബെനിഫിഷ്യൽ ഓണേഴ്സിൻ്റെ സെക്യൂരിറ്റീസൊക്കെ ഇലക്ട്രോണിക് ഫോംസിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെ പറയുന്നതാണ് ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന്. അപ്പോൾ ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ
വിച്ച് ഹോൾഡ് ദ ഓണേഴ്സ് സെക്യൂരിറ്റീസ് ഇൻ എ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോംസിൽ ഓണേഴ്സിൻ്റെ സെക്യൂരിറ്റീസ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഓർഗനൈസേഷനെ പറയുന്നതാണ് ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന്. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, അതായത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനാണ്. അതായത് ഈ ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പേഴ്സണാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്, ദാറ്റ് മീൻസ് DP. അവരായിരിക്കും ഈ സെക്യൂരിറ്റീസൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മുടെ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മൾ എല്ലാ സെക്യൂരിറ്റീസും എവിടെയായിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്? സെബിയിലായിരിക്കും. സോ സെബിയുടെ അണ്ടറിൽ മെയിനായിട്ട് 2 ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ് വരുന്നത്, NSDL-ഉം അതേപോലെ തന്നെ CDSL-ഉം. NSDL മീൻസ് നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് ആണ് CDSL എന്ന് പറയുന്നത്. അപ്പോൾ സെബിയിലായിരിക്കും നമ്മളെല്ലാ സെക്യൂരിറ്റീസും ലിസ്റ്റ് ചെയ്യാനറിയില്ല. അങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് സെബിയുടെ അണ്ടറിൽ വരുന്ന 2 ഡെപ്പോസിറ്ററീസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, ദാറ്റ് ഈസ് NSDL ആൻഡ് CDSL. A depository functions what? The depository functions somewhat similar to the commercial bank. That means commercial bank ആയിട്ട് സിമിലർ ആയിട്ടുള്ള എല്ലാ സിസ്റ്റവും ആയിരിക്കും ഈ ഡെപ്പോസിറ്ററിക്കാരും ഫോളോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണോ സോ അത് തന്നെയാണ് മെയിനായിട്ടും ഈ DP-ക്കാർ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് DP എന്താണ്? ദാറ്റ് മീൻസ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ദ ഡെപ്പോസിറ്ററി who is authorized to offer depository services to investors, the financial institutions, banks, custodians and stockbrokers, combining with the requirement prescribed by the SEBI. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ദാറ്റ് മീൻസ് DP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഏജൻ്റാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെക്യൂരിറ്റി സർവീസസിന് വേണ്ടിയിട്ട് ആരാണോ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരെയാണ് DP-യിൽ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ബാങ്ക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സെബി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഓതറൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം. അപ്പോൾ ഇതാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. റീമെറ്റീരിയലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ദ സെക്യൂരിറ്റീസ് ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം കൺവേർട്ട് ബാക്ക് ഇൻ ടു ഫിസിക്കൽ ഫോം ഈസ് നോൺ ആസ് റീമെറ്റീരിയലൈസേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഫോമിനെ നമ്മൾ ഫിസിക്കൽ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിമെറ്റീരിയലൈസേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ റീമെറ്റീരിയലൈസേഷൻ മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ദ സെക്യൂരിറ്റീസ് ഇൻ ആൻ electronic form convert back into physical form is known as rematerialization. An investor can rematerialize his shares by filing the remat request form. That means നമ്മൾ പറഞ്ഞു റീമെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഫോമിനെ ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് റീമെറ്റീരിയലൈസ് ഓഫ് ഷെയർസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീമാറ്റ് റിക്വസ്റ്റ് ഫോമിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. RRF-ൽ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് പോസിബിൾ ആവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഓഫ് റീമെറ്റീരിയലൈസേഷൻ ആണ്. പ്രൊസീജിയർ ഓഫ് റീമെറ്റീരിയലൈസേഷനിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് ദ ക്ലയൻറ്റ് വിൽ സബ്മിറ്റ് റിക്വസ്റ്റ് ടു DP ഫോർ ദ റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഹോൾഡിംഗ് ഇൻ ഇറ്റ്സ് അക്കൗണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? ക്ലയൻറ്റ് ആദ്യം തന്നെ ഒരു DP അതായത് ഡെപ്പോസിറ്ററി ഓഫ് പാർട്ടിസിപ്പൻസിന് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. സെക്കൻഡ് വൺ പറയുന്നതാണ് ഓൺ റിസീപ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് ഫോം the DP will verify that the form is duly filed and issued to the client the acknowledgement slip signed and stamped. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ DPക്ക് ഒരു റിക്വസ്റ്റ് ഫോം ഫയൽ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ റിക്വസ്റ്റ് ഫോം റിസീവ് ചെയ്തതിന് ശേഷം DP വിൽ വെരിഫൈ ദ ഫോം, അതായത് DP ആ ഫോംസ് വെരിഫൈ ചെയ്യും. അതിൻ്റെ അകത്ത് ക്ലയൻറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസ് നോക്കും, അതേപോലെ തന്നെ അതിൻ്റെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നോക്കും, അതേപോലെ അത് സൈൻ ചെയ്തിട്ടുണ്ടോ അതോടൊപ്പം തന്നെ അത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി DP ചെക്ക് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് DP വിൽ വെരിഫൈ ദ സിഗ്നേച്ചർ ഓഫ് ദ ക്ലയൻറ്റ് ആസ് ഓൺ ദ ഫോം വിത്ത് ദ സ്പെസിമാൻ അവൈലബിൾ ഇൻ ഇറ്റ്സ് റെക്കോർഡ്. ദാറ്റ് മീൻസ് DP ആ സിഗ്നേച്ചർ ചെക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ സ്പെസിമാൻ്റെ സിഗ്നേച്ചർ കൂടി അതിൻ്റെ അകത്ത് ആ റെക്കോർഡ്സിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളതും കൂടി DP ചെക്ക് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ സിഗ്നേച്ചർ ആർ ഡിഫറെൻറ്റ് ഇൻ DP വിൽ എൻഷുർ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ക്ലയൻറ്റ്. അതായത്
ആ സിഗ്നേച്ചറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഡി പിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ പെർട്ടിക്കുലർ ക്ലയൻ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് അവർ തമ്മിലൊരു ക്ലാരിഫിക്കേഷൻ നടത്തും. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ ഫോം ഈസ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഡി പി ആ റിക്വസ്റ്റ് ഫോമൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ടഡ് ദ ക്ലയൻറ്റ് അക്കൗണ്ട് ഡസ് നോട്ട് ഹാവ് ഇനഫ് ബാലൻസ് ദ ഡി പി വിൽ നോട്ട് ചെയ്യേണ്ട റിക്വസ്റ്റ്. ദാറ്റ് മീൻസ് അവരുടെ ബാലൻസിൽ കറക്റ്റായിട്ടുള്ള മീൻസ് ബാലൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട്സിൽ കറക്റ്റ് ബാലൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡി പി അതെന്ത് ചെയ്യും, തിരിച്ച് അവരിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഓഫ് ഡി പി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ബാലൻസിന് സഫിഷ്യൻറ്റ് ബാലൻസ് ആണ് ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ എന്നുണ്ടെങ്കിൽ ഡി പി വിൽ എൻ്റർ ദ റിക്വസ്റ്റ് ഓഫ് ദ ഡി പി എം ആൻഡ് ദ ഡി പി എം വിൽ ജനറേറ്റ് ദ റീമെറ്റീരിയലൈസേഷൻ നമ്പർ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ കറക്റ്റായിട്ടുള്ള ബാലൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡി പി ഈ റിക്വസ്റ്റ് ഡി പി എമ്മിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവരുടെ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ എടുക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഡീറ്റെയിൽഡ് റെക്കോർഡ്സും വെരിഫൈ ചെയ്യും. ഈ RRNലുള്ള എല്ലാ ഡീറ്റെയിൽഡ് റെക്കോർഡ്സും ഡി പി ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ DF ഫോർവേഡ് ദ റിക്വസ്റ്റ് ടു ഇഷ്യൂവർ ആൻഡ് R&T ഏജൻറ്റ് ഇലക്ട്രോണിക്കലി. അതേപോലെ തന്നെ ഈ DM ഈ റിക്വസ്റ്റ് R&T ഏജൻറ്റിലേക്ക് ഇലക്ട്രോണിക് വേ കൂടി ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ നമുക്ക് പറയാം the DP will check authorization portion of the request form. അതായത് DP ഓതറൈസേഷൻ ഫോം ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പാച്ച് ചെയ്യും. ആരാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ RT ഏജൻറ്റ് അവർക്ക് ഈ റിക്വസ്റ്റ് ഡിസ്പാച്ച് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പറഞ്ഞില്ല R&T ഏജൻറ്റിലേക്ക് അവരത് റീമെറ്റീരിയലൈസേഷൻ പ്രിൻ്റ് എടുത്തിട്ട് അത് ആ ക്ലയൻറ്റിലേക്ക് ഇലക്ട്രോണിക് വേ കൂടി സെൻഡ് ചെയ്യും. ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് ഡി പി മസ്റ്റ് ഇൻഫോം ദ ക്ലയൻറ്റ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ക്ലയൻറ്റ് അക്കൗണ്ട് ഫോളോയിങ് ആക്സെപ്റ്റൻസ് ഓഫ് റിക്വസ്റ്റ്. അപ്പോൾ ഡി പി ഇതെല്ലാം ക്ലയൻറ്റിനെ ഇൻഫോം ചെയ്യും. അതേപോലെ തന്നെ ഈ റിക്വസ്റ്റ് വെച്ചതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്നുള്ളതും കൂടിയും ഡി പി ആ ക്ലയൻറ്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫസ്റ്റ് തന്നെ ഡി പിക്ക് ഒരു റിക്വസ്റ്റ് ലെറ്റർ വെക്കണം. റിക്വസ്റ്റ് ലെറ്റർ ഡി പി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡി പി അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് സ്പെസിമെൻ്റെ സിഗ്നേച്ചർ ഇല്ലേന്ന് നോക്കും. ആ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് ആ ക്ലയൻറ്റുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അതേപോലെ തന്നെ ഈ സിഗ്നേച്ചർ നമ്മൾ ആരിലേക്ക് അയക്കും, DPM അതായത് നമ്മുടെ NSDL അല്ലെങ്കിൽ DSLലേക്ക് നമ്മളിത് അയക്കും. എന്നിട്ട് അവിടെ നിന്ന് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ കറക്റ്റായിട്ടുള്ള ബാലൻസസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യും. അത് ഇഷ്യൂവറിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല പ്രൊവൈഡ് ചെയ്യുക, R&T ഏജൻറ്റ് വഴിയായിരിക്കും ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ R&T ഏജൻറ്റ് മുഖേന നമ്മുടെ ക്ലയൻറ്റിന് ഈ റീമെറ്റീരിയലൈസേഷൻ പ്രിൻ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്ലയൻറ്റിന് നമ്മൾ ഈ റീമെറ്റീരിയലൈസേഷൻ ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ അറ്റ് എ ടൈം തന്നെ എന്തെങ്കിലും ചേഞ്ചസ് നമ്മളത് ഡി പി അത് ആക്സെപ്റ്റ് ചെയ്തത് മുതൽ എന്തെങ്കിലും ചേഞ്ചസ് അതിൻ്റെ അകത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ക്ലയൻസിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് റീമെറ്റീരിയലൈസേഷനും അതിൻ്റെ പ്രോസസ്സും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് ഷെയർ ഹോൾഡർ ആരാണ്, മെമ്പർ ആരാണ്, അതേപോലെ തന്നെ റീമെറ്റീരിയൽസ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ നമ്മൾ ഡിമെറ്റീരിയലൈസേഷനും അതിൻ്റെ പ്രോസസ്സൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇന്ന് ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ്, മെമ്പർ ആരാണെന്ന് ഡിഫൈൻ ചെയ്യുക, ഡിഫൈൻ മെമ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് മീനിങ് ഓഫ് ഡെപ്പോസിറ്ററി സിസ്റ്റം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റീമെറ്റീരിയലൈസേഷൻ. ഇത് നിങ്ങൾ 12 മണിയുടെ അവറാണ്, അത് കഴിഞ്ഞ് ഒരു 2 മണിക്കുള്ളിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ മിസ്സിന്. ഇന്ന് പള്ളിയിൽ പോകേണ്ടതൊക്കെ ഉള്ളതുകൊണ്ടാണ് 2 മണി എന്ന് പറഞ്ഞത്. അപ്പോൾ 2 മണിക്കുള്ളിൽ മിസ്സിന് ഇതിൻ്റെ ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തരാം. താങ്ക് യു.